ഓടിക്കാൻ. ഇപ്പൊ കാല് കൊടുക്കുകയാണെങ്കിൽ RPM മീറ്റർ കാണിച്ച സെക്കൻഡ് ഗിയറിൽ സെക്കൻഡ് RPM-ലാണ് ഇതിന്റെ ഫുള്ള് വരിക. ഭയങ്കര സിമിലർ സൗണ്ട് ഫിയസ്റ്റ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? സോ എല്ലാവർക്കും അറിയേണ്ട കാര്യം അതാണ്, ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും. സോ ഇതിന്റെ മൈലേജ് എന്ന് പറഞ്ഞത്, അപ്പൊ എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു മൈൻഡ് ആ ഒരു മെമ്മറീസിലേക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത്. ദിസ് ഈസ് വെരി ബാഡ്. എനിക്ക് ഇതിന്റെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനോട് എനിക്ക് തീരെ പേഴ്സണലി യോജിക്കാൻ പറ്റിയിട്ടില്ല. So welcome back to yet another video. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഐ എം റിവ്യൂവിങ് എ ഫോർഡ്. ഫോർഡിൻ്റെ വണ്ടികളും ഞാനും തമ്മിലൊരു പേഴ്സണൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ബിക്കോസ് എവറി ഫോർഡ് ഓണർ ഡു നോ ദ ഫീലിംഗ് ഓഫ് ഡ്രൈവിംഗ് എ ഫോർഡ് ഓർ റിവ്യൂവിങ് എ ഫോർഡ്. ഫോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ക്യാരക്ടർ, ഇറ്റ് ഹാസ് എ സോൾ. സോ റൈറ്റ് നൗ വിത്ത് മീ ഐ ഹാവ് എ ഫോർഡ് ഫിഗോ ആസ്പയർ. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ടൈറ്റാനിയം പ്ലസ് ഡീസൽ വാഹനമാണ്. സോ ആസ് യു ക്യാൻ സീ, ഇത് ഫിഗോ ആസ്പയർ ലാസ്റ്റ് ഇറക്കിയിരിക്കുന്ന മോഡൽ ഫേസ് ലിഫ്റ്റഡ് വണ്ടിയാണ്. പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിക്ക് ആക്ച്വലി ഇവിടെ ഒരു 2 ലൈൻസ് ഒക്കെ വരുന്ന ഒരു സോർട്ട് ഓഫ് ഒരു ആസ്റ്റൺ മാർട്ടിൻ ഇൻസ്പയർഡ് ഗ്രില്ലൊക്കെയാണ് വന്നിരുന്നത്. സൈഡ് പ്രൊഫൈൽ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പോളറൈസിങ് ഡിസൈൻ ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആയിരുന്നില്ല. ചിലർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ എക്സ്റ്റീരിയർ വലിയ ഇഷ്ടമില്ല, പക്ഷേ ഇൻറ്റീരിയർ അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബൂട്ട് സ്പേസ് ഇസ് ഡീസൻറ്റ്. ബാക്കി വിശേഷങ്ങൾ നമുക്കെല്ലാം ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കയറി ചെന്നിട്ട് അകത്തിരുന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബേസിക്കലി ഞാൻ ഈ വീഡിയോൻ്റെ ഇൻട്രോയിൽ പറഞ്ഞു എനിക്ക് പേഴ്സണലി ഫോർഡ് എന്ന ബ്രാൻഡായിട്ടൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന്. അതിൻ്റെ ഒരു സ്റ്റോറിയും ചെറിയൊരു കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പ്ലസ് നമുക്ക് ഈ വണ്ടി ചെറിയൊരു ഡ്രൈവ്, അങ്ങനെ വലിയ കാര്യമായിട്ട് ലോങ് ഡ്രൈവിനൊന്നും നമുക്ക് ടൈമില്ല, ഒരു ഷോർട്ട് ഡ്രൈവ് ഞാനിതിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഐ വിൽ ടെൽ യു ഹൗ ദിസ് കാർ ഫീൽസ് വൈൽ ഡ്രൈവിംഗ്. ചെറിയൊരു രീതിയിൽ നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡ്രൈവ് റിവ്യൂ നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ് ദ കാർ. സോ സിറ്റിംഗ് ഇൻസൈഡ് ദ ഫോർഡിൻ്റെ അകത്തിരിക്കുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ചത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാനൊരു ഹോണ്ട സിറ്റി യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ അതിൻ്റെ ഡോർ അടയ്ക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഡോർ അടഞ്ഞില്ല, ഇച്ചിരി വലിച്ചടയ്ക്കണം. ദാറ്റ്സ് ദ സോളിഡ് ദാറ്റ് യു ഗെറ്റ് ഫ്രം എ ഫോർഡ്. ദാറ്റ്സ് ഇറ്റ്. സോ ബാക്ക് ഇൻ ഫോർഡ്. ഞാൻ ഫോർഡിൻ്റെ അകത്തിരിക്കുമ്പോൾ ഐ ഫീൽ സോ നൊസ്റ്റാൾജിക്. സോ നമുക്ക് ഫസ്റ്റ് കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദിസ് കാർ ഹാസ് എ 1.5 TDCi ഡീസൽ എഞ്ചിൻ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, ക്ലച്ച് ലോക്ക് ഉണ്ട്, ക്ലച്ച് പിടിക്കുന്നു. എനിക്ക് ആക്ച്വലി ഭയങ്കര നൊസ്റ്റ് അടിക്കുന്നുണ്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. സോ ദ തിങ് ഈസ് I had a Ford Fiesta. It was from 2011, Ford Fiesta Classic. We had a rare Colorado red color Fiesta. Fiesta-നെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സ്റ്റോറി ഉണ്ട് അതിൻ്റെ പിന്നിൽ. എനിക്കത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് ഈ ഒരു വണ്ടിയുടെ റിവ്യൂവിൽ നിന്ന് മാറി മറ്റേ വണ്ടിയുടെ റിവ്യൂയിലേക്ക് പോകും. അതുകൊണ്ട് ഫിയസ്റ്റയുടെ കഥ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് ചെയ്യാം. സോ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ ബിലോ. സോ ജസ്റ്റ് ഒരു ജിസ്റ്റ് പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വാസ് വെരി അറ്റാച്ച്ഡ് വിത്ത് ദാറ്റ് കാർ. ഞങ്ങളത് അൺഫോർച്ചുനേറ്റ്ലി വിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിനുശേഷം ഞാനത് കുറേ തിരിച്ചെടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ അത് എനിക്ക് തിരിച്ച് വാങ്ങിക്കാൻ പറ്റിയില്ല. സോ ഫിയസ്റ്റയ്ക്ക് 1.4 TDCi ഡീസൽ എഞ്ചിനായിരുന്നു, ഇതിന് 1.5 TDCi. ബട്ട് ഇതിൻ്റെ സൗണ്ട് ഭയങ്കര സിമിലറാണ്. ആ സ്റ്റാർട്ടിങ് സൗണ്ടും ഞാനിപ്പോൾ ഫിയസ്റ്റയുടെ ഒരു സ്റ്റാർട്ടപ്പ് സൗണ്ട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. സ്റ്റാർട്ടിംഗ് സൗണ്ട്. സോ ബോത്ത് ആർ എക്സ്ട്രീംലി ഐഡന്റിക്കൽ. അപ്പോൾ എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു മൈൻഡ് ആ ഒരു മെമ്മറീസിലേക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത്. സോ ഫോർഡ്, ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഫോർഡ് ലവർ. ഇച്ചിരി ബയസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. സോ സാഡ്, ഫോർഡ് ഇസ് നോട്ട് വിത്ത് അസ് എനിമോർ ഇൻ ഇന്ത്യ. സോ വൈൽ സ്പീക്കിംഗ് അബൌട്ട് ദിസ് കാർ, ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ തന്നെ പിടിക്കാൻ ഭയങ്കര ഫീലാണ്. ലെതർ ഫിനിഷ്ഡ് സ്റ്റിയറിംഗ് വീൽ ഒന്നല്ല, ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എങ്കിൽ കൂടെ ലെതർ ഫിനിഷ്ഡ് സ്റ്റിയറിംഗ് വീൽ ഒന്നല്ല. പക്ഷെ ദിസ് ഇസ് വെരി സ്പോർട്ടി. ലൈക്ക് ഫിയസ്റ്റയുടെ സ്റ്റിയറിംഗ് വീൽ കുറച്ച് വിയേർഡ് ആയിരുന്നു. ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ പക്ക സ്പോർട്ടി, ഒരു ഗോ കാർട്ട് സ്റ്റിയറിംഗ് വീലിന്റെ ഒക്കെ ഒരു ഫീലാണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി സോഫ്റ്റ്. സി, 1 ഫിംഗർ കൊണ്ട് നമുക്ക് തിരിക്കാം. നോട്ട് ഹ്യുണ്ടായി ലെവൽ സോഫ്റ്റ്, ബട്ട്
ഡെഫിനറ്റ്ലി സോഫ്റ്റർ ദാൻ ഹോണ്ട ഫോർ ഷുവർ. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ദിസ് ഈസ് വെരി ബാഡ്. എനിക്ക് ഇതിന്റെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനോട് എനിക്ക് തീരെ പേഴ്സണലി യോജിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഫിയസ്റ്റയുടെ ഒക്കെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊന്നും തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫിയസ്റ്റയിൽ ലിറ്ററലി 2 എന്താ പറയുക സർക്കുലർ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിൽ കുറെ ഇൻഫർമേഷൻസ് കാണിക്കും, പക്ഷെ എനിക്കിതിന്റെ ഡിസൈനിങ് അത്ര സ്പോർട്ടി ആയിട്ട് തോന്നുന്നില്ല. ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസും ഈ ഒരു സ്പീഡോമീറ്ററും തമ്മിൽ എനിക്ക് അങ്ങോട്ട് ചേരുന്നില്ല, മനസ്സിലായോ? യാ. ആൻഡ് ദിസ് വി ഹാവ് ദ സിങ്ക് 3 സിസ്റ്റം. ഫോർഡിന്റെ ഒരു സിങ്ക് സിസ്റ്റം വരുന്നുണ്ട്. ഈ ഒരു മ്യൂസിക് സിസ്റ്റം അടിപൊളി സിസ്റ്റമാണ്. ദിസ് ഇസ് സോ സ്ലിക്ക്. ഈ ഒരു കാലഘട്ടത്തിൽ ഇറക്കുന്ന വേറെ ഒരു വണ്ടിക്ക് ഇത്രയും ടച്ച് റെസ്പോൺസ് ഉള്ള വേറൊരു സിസ്റ്റം ഇറങ്ങിയിട്ടില്ല. ഈവൻ ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന ഹോണ്ടാസിലോ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ വരുന്ന ഏത് വണ്ടി എടുത്താലും, അമേസ്, സിറ്റി, അതിൽ പോലും ഇത്രയും സ്ലിക്ക് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ സിസ്റ്റം കൊടുത്തിട്ടില്ല. ഈ ഒരു സിങ്ക് 3 സിസ്റ്റം വന്നിരിക്കുന്ന എക്കോ സ്പോർട്ട്, ഫിഗോ ആസ്പയർ, ഫിഗോ ഫ്രീ സ്റ്റൈൽ, നോർമൽ ഫിഗോ എസ്, അതിലൊക്കെ ഭയങ്കര സ്ലിക്ക് മ്യൂസിക് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ while speaking about the audio quality, ഈ ഒരു വണ്ടിയുടെ ഓഡിയോ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നമുക്കൊരു ചെറിയ ഓഡിയോ ടെസ്റ്റ് നമുക്ക് നോക്കാം. സോ നോ കോപ്പിറൈറ്റ് സൗണ്ട്സ് ഫ്രം സ്പോട്ടിഫൈ ഞാൻ ഒന്ന് വെച്ച് നോക്കാം. ഏതെങ്കിലും ഒരു റോയൽറ്റി ഫ്രീ മ്യൂസിക്. ഇപ്പോൾ നമുക്ക് ക്രാഡിൽസ് തന്നെ വെക്കാം, നമ്മുടെ സബർബൻസ് ക്രാഡിൽസ്. എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ പ്രീവിയസ് ഫിയസ്റ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർഡ് OEM ഒറിജിനൽ സ്റ്റോക്ക് സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റമായിട്ട് നോക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ബേസ് റെസ്പോൺസ് വെച്ചിട്ട് കുറവായിട്ട് തോന്നി. വൈൽ കമ്പയറിംഗ് വിത്ത് മൈ ഫിയസ്റ്റയുടെ മ്യൂസിക് സിസ്റ്റം വാസ് ഫാന്റാസ്റ്റിക്. അതിൽ പാട്ട് കേട്ടാൽ പിന്നെ വേറൊരു വണ്ടിയിലും പാട്ട് കേൾക്കാൻ നമുക്ക് തോന്നില്ല. അമ്മാതിരി സിസ്റ്റം ആയിരുന്നു അതിൻ്റെ സ്റ്റോക്ക്. ഇതിൻ്റെ സിസ്റ്റം ഇസ് ലിറ്റിൽ ബിറ്റ് ടോൺ ഡൗൺ ബട്ട് സ്റ്റിൽ യൂസബിൾ. ഹോണ്ടയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബേസ് ഉണ്ട്, കുറച്ചും കൂടെ അടിപൊളി സിസ്റ്റമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് while speaking about the seating comfort, ഇത് ഫാബ്രിക് സീറ്റാണ്. ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ഇതിട്ടിട്ടുണ്ടെന്നുള്ളൂ, അല്ലാതെ ലെതർ സീറ്റ് ഒന്നും അല്ല. ഫുൾ ഓപ്ഷനിൽ ഒരു ലെതർ സീറ്റ് കൊടുത്തിട്ടില്ല. ബട്ട് ഐ പേഴ്സണലി ഫൈൻഡ് ഫാബ്രിക് സീറ്റ്സ് ടു ബി മോർ കംഫർട്ടബിൾ ദാൻ എ ലെതർ സീറ്റ്. സോ വി ആർ ഇൻ ദ ബാക്ക് സീറ്റ് ഓഫ് ദ ഫോർഡ് ഫിഗോ. സീറ്റ് മാറി, കണ്ണാടയും മാറി. യെസ്, ദിസ് ലുക്സ് എ ബിറ്റ് വിയേർഡ്, പക്ഷേ സാറില്ല, കുഴപ്പമില്ല. ഈ ഒരു വണ്ടിയുടെ പോലെ തന്നെ കുറച്ച് വിയേർഡ് ആവാം, കാരണം ഇതിൽ കുറച്ച് വിയേർഡ് ഫാക്ട്സ് ഉണ്ട്. ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടി പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചെറിയ വണ്ടിയാണ്. പക്ഷെ ലുക്ക് അറ്റ് ദ ലെഗ് സ്പേസ്, ദിസ് ഇസ് സുപ്രീംലി കംഫർട്ടബിൾ. കാലൊക്കെ വെക്കാനും നമുക്ക് ചാരി ഇരിക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. റിക്ലൈനിങ് സീറ്റ്സ് അല്ല, ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഒരു മെറ്റീരിയലൊക്കെ. പക്ഷെ ഇത് ഒരുമാതിരി കല്ല് വെച്ച പോലെ ഉണ്ട്. ദിസ് ഇസ് നോട്ട് സോഫ്റ്റ്. പിന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അത് ആക്ച്വലി ഒരു ടർക്കി ഇട്ടപ്പോൾ കവറായി പോയിരിക്കുന്ന. കപ്പ് ഹോൾഡേഴ്സ് വരുന്നില്ല. ആൻഡ് അങ്ങനെ ബാക്കിൽ നമുക്ക് 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ ഇതിൽ ആക്ച്വലി 4 സ്പീക്കേഴ്സ് ആണ് ഉള്ളത്. ട്വീറ്റേഴ്സ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. 4 സ്പീക്കേഴ്സ് ആണ്, മെയിൻ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് എങ്കിൽ കൂടെ 4 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ പാർഷ്യൽ ഷെൽഫിൽ ഇവിടെ നമുക്ക് സ്പീക്കേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ റിയർ AC വെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയർ AC വെന്റ് ഇല്ല. പിന്നെ യാത്രാ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡ് റെസ്റ്റ് ഒക്കെ താഴ്ത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. തൈ സപ്പോർട്ട് ഇച്ചിരി മോശമാണ്, അണ്ടർ തൈ സപ്പോർട്ട് വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല. പിന്നെ നടുക്ക് ട്രാൻസ്മിഷൻ ടണലുള്ള കാരണം നടുക്ക് ഒരാൾക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിങ്ങനെ കയറ്റി വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ വരും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. AC യുടെ ആവശ്യം എന്തായാലും ബാക്കിലേക്ക് ഉണ്ട് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം AC ഈസ് ചില്ലർ. ഫ്രണ്ടിലത്തെ AC തന്നെ ഇസ് മോർ ദാൻ എനഫ്. രാത്രിയൊക്കെ എസ്പെഷ്യലി ഓടിക്കുമ്പോൾ ഇതിന് ഓണർ പറയുന്നുണ്ടായിരുന്നു 15 ലോ എന്നുള്ളത് മാറ്റി 24, 25 26 പോയാലും തണുക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ദിസ് ഇസ് വെരി കംഫർട്ടബിൾ. ബാക്ക് സീറ്റ്, ഡ്രൈവിംഗ് ദ ഫോർഡ് ഫിഗോ. നമുക്ക് ക്ലച്ച് പിടിക്കണം. യെസ്, ഇൻടു ഫസ്റ്റ് ഗിയർ, ഹാൻഡ് ബ്രേക്ക് ഡൗൺ.
ഷോർട്ട് ലിമിറ്റഡ് ഡ്രൈവിനുള്ള ടൈമേ ഉള്ളൂ സാഡ്ലി. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഡ്രൈവ് റിവ്യൂ വേറൊരു ദിവസം എന്തായാലും നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. ഓടിക്കാൻ ഇപ്പോൾ കാല് കൊടുക്കുകയാണെങ്കിൽ RPM മീറ്റർ കാണിച്ചാൽ സെക്കൻഡ് ഗിയറിൽ സെക്കൻഡ് RPMലാണ് ഇതിൻ്റെ ഫുള്ള് വരിക. ഫിയസ്റ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് 1.5 TDCi ഡ്യൂറാടോർക്ക് അല്ല, പക്ഷേ ഫിയസ്റ്റയുടെ അതേ സിമിലർ സൗണ്ടാണ് എനിക്ക് തോന്നുന്നത് പല കാര്യത്തിലും. സോ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, പിൻ പോയിന്റ് ആക്യുറേറ്റ് സ്റ്റിയറിംഗ് വീൽ, ഡെഡ് സ്റ്റേബിൾ. ഈ ഒരു ഇത് ആക്ച്വലി വരുന്നത് പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ വാർണിംഗ് ആണ് വരുന്നത്. സോ നമുക്ക് വണ്ടി ഒന്ന് തിരിക്കാം. എസ്പെഷ്യലി ഇതിൻ്റെ ഏറ്റവും അടിപൊളി ഇതിൻ്റെ കോർണറിംഗ് ആണ്. ആൻഡ് ദ ഗിയർ ഷിഫ്റ്റ്, ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. സെക്കൻഡ് ഗിയർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഭയങ്കര സോഫ്റ്റ് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. സോ ഫോർഡ് ഫിഗോ ഓടിച്ചു. സോ ഓടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈവിങ് വലിയ കാര്യമായിട്ട് ഇന്ന് എനിക്ക് കിട്ടിയില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഓടിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. ഈ വണ്ടി ഞാൻ ഇതിന് മുന്നേ ഓടിച്ചിട്ടുണ്ട്. സോ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസസ് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെന്റിൽ ഒരു മിനി സെഡാൻ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്, ഹോണ്ട അമേസ് ഉണ്ട്, ഫോർഡ് ഫിഗോ ആസ്പയർ ഉണ്ടായിരുന്നു. ടു ബി പ്രിസൈസ്, ഫോർഡ് ഫിഗോ ആസ്പയർ ആണ് ഈ ഒരു സീരീസിൽ ഓടിക്കാൻ ഏറ്റവും സുഖമുള്ള വണ്ടി ദാൻ ഹോണ്ട അമേസ്. ഹോണ്ട അമേസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ ക്രാപ്പി പെട്രോൾ എഞ്ചിൻ, ബട്ട് ദ ഡീസൽ എഞ്ചിൻ ഇസ് ഫാന്റാസ്റ്റിക്. ആ പെട്രോൾ എഞ്ചിൻ അനങ്ങന്നില്ല അവിടെ നിന്ന്. ഡീസൽ എഞ്ചിൻ ഫാന്റാസ്റ്റിക് എന്ന് പറയാനായിട്ട് ഫീലും ഫീഡ്ബാക്ക് ഒന്നുമില്ല, പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക, ഒരു പുള്ളും മൈലേജും ഉണ്ട്. ഫോർഡിന്റെ ഡീസൽ എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ സാഡ് ദാറ്റ് ഫോർഡ് ഹസ് ഗോൺ. ഒരു 120, 130, 140 വീശി കോർണർ എടുത്താലും സ്റ്റിയറിംഗ് വിൽ ബി ഡെഡ് സ്റ്റേബിൾ ആൻഡ് ഫാന്റാസ്റ്റിക്കലി പ്രിസൈസ്. നമുക്കിങ്ങനെ എയിം ആൻഡ് ഷൂട്ട് ചെയ്യാം. നമുക്കിങ്ങനെ ലൈക്ക് ഇഫ് യു വാണ്ട് ഗോ ദാറ്റ് ഡയറക്ഷൻ, ഓക്കെ യെസ് ആൻഡ് ബൂം വി ആർ ഗോയിങ് ദെയർ. അത്രയും പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലും ഇതിന്റെ ഡൈനാമിക്സും ആണ്. സോ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, വാട്ട് ഇസ് എ കാർ? ഈ പറഞ്ഞ പോലെ റോഡും വണ്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ഉണ്ട്. ദാറ്റ് ലിങ്ക് ഇസ് ദ ഫീലിംഗ് ഓഫ് എ കാർ. ആ ഒരു ഫീൽ കറക്റ്റായിട്ട് ഫോർഡിൽ കിട്ടും. ഇൻ അതർ വേർഡ്സ്, നമ്മൾ കാറിനെ ഓടിച്ചു പോവുകയാണെന്നുള്ളൊരു ഫീലാണ് ഫോർഡിൽ കിട്ടുക. ബാക്കിയുള്ള വണ്ടികളിൽ ഇപ്പോൾ എസ്പെഷ്യലി ഹോണ്ട ഒക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട സിറ്റി നമ്മളെയാണ് കൊണ്ടുപോകുന്നത്. ഇതിൽ നമുക്കറിയാം നമ്മളാണ് ഒരു ആനേനെയൊക്കെ മേച്ച് കൊണ്ടുപോകുന്ന പോലെ നമ്മളാണ് ഫിഗോ ഓടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളാണ് ഫോർഡിന്റെ വണ്ടി ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീലാണ്. പിന്നെ റൈഡിങ് കംഫർട്ട് അടിപൊളിയാണ്. NVH ഇല്ല, നോയ്സ് വൈബ്രേഷൻ ഹാർനസ് ഇസ് നിയർലി നിൽ. വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം തീരെ ഇല്ല ഈ ഒരു ഡീസൽ എഞ്ചിന്. ഫിയസ്റ്റയ്ക്കൊക്കെ നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഒരു 5th ഗിയറിൽ ഒരു 1500 RPMലൊക്കെ ഒരു 80 അല്ലെങ്കിൽ 60 പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാക്കിലേക്ക് ഇരിക്കുമ്പോൾ ചെവി അടയണ പോലത്തെ എന്നൊരു വൈബ്രേഷൻ ഉണ്ടാവും. ഇതിൽ ആ സാധനം ഇല്ല ഓടിക്കുമ്പോൾ. ലോ RPMസിൽ, ഹയർ RPMs, ഓ മൈ ഗോഡ്, ടർബോ കിക്കിൻ ചെയ്താൽ നമ്മൾ ലിറ്ററലി ഇങ്ങനെ സീറ്റിലേക്ക് ഇങ്ങനെ ഒരു പോക്കുണ്ട്. ഓടിക്കാൻ ഈ ഒരു എഞ്ചിൻ കഴിഞ്ഞിട്ടുള്ളൂ. ഫിഗോ ഫിഗോ എസ്, ഫിഗോ, പിന്നെ ഫിഗോ ആസ്പയർ, പിന്നെ ഫ്രീ സ്റ്റൈൽ, ഈ 4 വണ്ടികളിലും സെയിം എഞ്ചിനാണ്. എക്കോ സ്പോർട്ടിന്റെ സെയിം എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷെ എക്കോ സ്പോർട്ടിലുള്ളതിനേക്കാളും 20, 30, 40, 50 ഇരട്ടി ഒരു പെർഫോമൻസ് ഓറിയന്റഡ് കാറായിട്ട് നമുക്ക് തോന്നി ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ. സോ ദ ഡ്രൈവിംഗ് ഫീൽ ഇസ് ഫിനോമിനൽ. സോ വി ഹാവ് ദി ഓണർ ഓഫ് ദിസ് കാർ, മൈ വെരി ഗുഡ് ഫ്രണ്ട് സുൽത്താൻ. ഹായ്. സോ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? സോ എല്ലാവർക്കും അറിയേണ്ട കാര്യം അതാണ്, ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും. ബിക്കോസ് ദ എഞ്ചിൻ ഇസ് very peppy as well as it's so powerful engine. So ഇതിന്റെ മൈലേജ് എന്ന് പറഞ്ഞത് 25 കിലോമീറ്റർ ആണ്. ഇത്രയും പെർഫോമൻസ് ആയിട്ട് ഉള്ള വണ്ടിക്ക് 25 കിലോമീറ്റർ മൈലേജ് ഇട്ടുണ്ട്. That's why we took this car as daily driven. Okay. അപ്പോ when we got this car it was like 8,000 kilometers or something. So കയ്യിൽ കിട്ടിയതിനു ശേഷം അത്യാവശ്യം അടിച്ചു പൊളിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ തന്നെ ഒരു 60 അടുത്ത് കിലോമീറ്റേഴ്സ് റൺ ആയിട്ടുണ്ടെന്നാണ്. 60,600 കിലോമീറ്റേഴ്സ് ഓടി. അപ്പോ അത്രയും ഓടിയിട്ടുണ്ട്. 8,000 കിട്ടിയിട്ട് നമ്മള് ഇത്രയും ഓടിക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഡ്രൈവൺ ആയിട്ട് ഈ വണ്ടി എടുത്തത്. സോ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുമ്പോൾ ഇതിൽ വരുന്നത് 100 bhp ആണ്, പിന്നെ 215 Nm ഓഫ് ടോർക്ക് ആണ്. അത് ശരിക്കും എത്ര RPMലാണ് ടർബോ ഓൺ ആവുന്നത്? ടർബോ ലാഗ് ഉണ്ടോ? ടർബോ ലാഗ് ഇതുവരെ എനിക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത് നോക്കാറില്ലേ. 2000 RPMലാണ് ഞാൻ ഓടിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. 2000 RPMൽ ടർബോ ലിറ്ററലി വേക്കപ്പ് ചെയ്യും. 2000 ഒരു 4000 വരെ വലിച്ചെടുത്തൊരു പോക്കുണ്ടാവും ലിറ്ററലി. ഞാൻ സെക്കൻഡ് ഗിയറിൽ സെക്കൻഡ് RPMലാണ് ഇതിന്റെ ഫുള്ള് വരിക.
വണ്ടി ലിറ്ററലി ബാക്ക് ഇരുന്നു പോയി എന്ന് തന്നെ പറയണം. പച്ച മലയാളത്തിൽ പറയാ ഇരുന്നു പോയി. ഫ്രണ്ട് കുതിച്ച് നിൽക്കാൻ കുതിര പോണ പോലെ ലൈക്ക് ആ മസ്താങ്ങിന്റെ ലോഗോ ആണ് നമുക്ക് മനസ്സിൽ വരിക. ഡെഫിനറ്റ്ലി കുതിര പയണ പോലെ ഫ്രണ്ട് പൊന്തി ബാക്ക് ഇരുന്ന് കുതിച്ചു പോണ പോലെ. റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ് വിത്ത് ദിസ് കാർ. I'm pretty happy for that. പിന്നെ ഇപ്പോ ബൂട്ട് സ്പേസിന്റെ കാര്യം പറയാ, ബൂട്ട് സ്പേസ് ഇപ്പോ നിങ്ങൾ ട്രാവൽ ചെയ്യണ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബൂട്ട് സ്പേസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് അതായത് എൻ്റെ ഇരിക്കുന്ന ഫോർഡ് ഫിഗോ ആസ്പയർ ബെറ്റർ ഓപ്ഷൻ ആണ്. ലൈക്ക് ഒരു സ്വിഫ്റ്റ് ഡിസയറിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ഇഷ്ടം പോലെ നമുക്ക് സാധനങ്ങൾ, അതായത് പ്രിറ്റി പറയാ ഒരു 4-5 ട്രോളി ബാഗ് നമുക്ക് വെച്ചിട്ട് കൊണ്ടുപോകാനുള്ള സ്പേസ് തന്നെയാണ്. ഓക്കെ, ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്, അത് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, ഇരുട്ടായി കഴിഞ്ഞാൽ തന്നെ ലൈറ്റ് കത്തും. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് ആക്ച്വലി. ആൻഡ് ഓട്ടോ ഡിമ്മിങ് ഇൻസൈഡ് റിയർ വ്യൂ മിറർ ഉണ്ട്, ആസ് യു ക്യാൻ സി. ഇത് മാനുവലി ഉള്ള സാധനമല്ല. ഈ ഒരു സെഗ്മെന്റിലുള്ള പല കാറുകൾക്കും, ഇതിനും പ്രീമിയം ആയിട്ടുള്ള പല കാറുകൾക്കും സത്യം പറഞ്ഞാൽ മാനുവൽ മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. റിയർ ക്യാമറ ഉണ്ട്. ഇപ്പം നമ്മൾ റിവേഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ ഇതിൽ സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ലൈക്ക് if any substances like rock or something is in the way, like we taking the reverse, plus icon ആണ്. Like it is given for the zooming purpose. ഇത്രയും സൂം ചെയ്ത് കിട്ടും. ഓക്കെ സോ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് എ ബോണസ് ഫീച്ചർ. സോ ഈ ഒരു വണ്ടിയുടെ ഫീച്ചർ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ ബിലോ. So this was my review of the Ford Figo 1.5 TDCi. So thank you so much for watching. അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, bye for now.